ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമലൈക്കും. സുഫേറ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും ഞാനും ഉമ്മാൻ്റെ അടുത്ത വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലും കാണിക്കണം. കാരണം ഞാൻ 4 ദിവസം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ പോവലില്ല, കാരണം കുട്ടികൾക്ക് സ്കൂൾ മദ്രസൊക്കെ ആയത് കാരണം അങ്ങനെ എനിക്ക് ലീവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പോവൽ തന്നെ അല്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഒന്ന് പോകും, പിന്നെ വേഗം വരും കേട്ടോ. അങ്ങനെ നിൽക്കലില്ല കേട്ടോ, അധികം കൂടുതൽ ദിവസങ്ങളൊന്നും അങ്ങനെ നിൽക്കൽ തന്നെ ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഏതായാലും മദ്രസ പൂട്ടിയല്ലേ വിചാരിച്ചിട്ട് പിന്നെ ഒരു 4 ദിവസം അങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൊക്കെ കാണിക്കുന്നത്. പിന്നെ എൻ്റെ മഞ്ചേരിയത്തെ അമ്മായും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിൽ പിന്നെ ആഡാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ പിന്നെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടത്. അപ്പോൾ പത്തിരി ആയിട്ട് ഉണ്ടാക്കിയിരുന്നു, പിന്നെ കോഴിക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ, കാരണം പിന്നെ കോഴിക്കറി ഒന്ന് വെക്കണത് ഇതിലുണ്ടായിരുന്നു, പക്ഷേ അത് മിസ്സായിപ്പോയി. പിന്നെ നമ്മൾ കഴിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്നും ഇതിൽ കാണുന്നില്ല കേട്ടോ. പിന്നെ എന്താണ് ഫോൺ ഹാങ് ആയിട്ടാണ് കേട്ടോ വീഡിയോസ് കുറേ പിന്നെ ഇടാതെ നിന്നത് കേട്ടോ. എന്താ വെച്ചാൽ കുറേ വീഡിയോസൊക്കെ പോവുകയും ചെയ്തിട്ടോ. നമ്മൾ മുന്നേ വീഡിയോസൊക്കെ ഇട്ടതിലൊക്കെ ചില വീഡിയോസൊക്കെ ഇങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ നിൽക്കണതാണ് കേട്ടോ. അങ്ങനത്തെ ഞാൻ കുറേ കളഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ കുറേ ഇട്ടിരിക്കണത്. അങ്ങനെ കുറേ വീഡിയോസൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ചായടിയൊക്കെ കഴിഞ്ഞിട്ടോ. കോഴിക്കറിയും പിന്നെ പത്തിരി കൂട്ടിയിട്ട് നല്ല പാൽച്ചായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ അമ്മായും കുട്ടികളും വരുന്നതല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് പിന്നെ നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മാനത്തോടൊന്ന് ബിരിയാണി വെക്കാൻ, ഏതായാലും അവർ വരുന്നതല്ലേ, എന്നാൽ പിന്നെ ഞാൻ വെക്കാമെന്നാണ് കേട്ടോ. അങ്ങനെ എന്താക്കി അമ്മ വേഗം പോയിട്ട് കറിക്കൊക്കെ വാങ്ങിയിട്ട് തന്നു കേട്ടോ. പിന്നെ കാക്ക പിന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാക്കക്ക് രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം കാക്കാക്ക് പിന്നെ 2 ദിവസം ലീവ് ആക്കിയിരുന്നപ്പോൾ പിന്നെ കാക്ക ഇനി പോട്ടെ, എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല, കുറേ നമുക്ക് ബാധ്യതകളൊക്കെ ഉള്ളതാണ്, അപ്പോൾ പിന്നെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ ശരി എന്നാൽ അങ്ങനെ കാക്ക പോട്ടെ വിചാരിച്ചു. അങ്ങനെ കാക്ക പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മായും കുട്ടികളും വരുന്നതുകൊണ്ട് വേഗത ബിരിയാണിയൊക്കെ ഉണ്ടാക്കട്ടെ. അങ്ങനെ ഇത് കരിഞ്ഞും കുത്തിയൊക്കെ വറുത്തൊക്കെ എടുത്തൊക്കെ കോരിയൊക്കെ വെച്ച് ഏതായാലും ഇതാക്കണം. പിന്നെ നമ്മൾ അരിയൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ സാധാ വെക്കുമ്പോൾ തന്നെ എപ്പോഴും ഉള്ള രീതിക്ക് തന്നെയാണ്, അതുകൊണ്ട് ഫുള്ള് പക്ക ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ പിന്നെ നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലിട്ട് ഇടുന്നത്, അതിന് ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ അങ്ങനെ ഇതാക്കി കുക്കറിലിട്ട് വെച്ചിട്ട് അതൊന്ന് വിസിലടുപ്പിച്ചിട്ടോ. അങ്ങനെ ഇതാക്കുന്ന ചോറൂടെ വെള്ളം വറ്റി വന്നിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചോറൂടെ ഏകദേശം റെഡി ആയി. ഇനി നമുക്ക് കോഴി പൊരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ പിന്നെ കോഴി പൊരിക്കാനിട്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണം, പിന്നെ മസാല റെഡി ആക്കണം, ചോറും റെഡിയായി. ഇനി കോഴി ഒന്ന് പൊരിച്ചിട്ട് മസാലയ്ക്കൊന്ന് റെഡി ആക്കാനുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാക്കണം, നമ്മളെ ചോറും പിന്നെ കോഴി പൊരിച്ച് എല്ലാം റെഡി ആയിട്ട് ഇവിടെ സെറ്റായിട്ട്, പിന്നെ സലാഡും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അതും ഇവിടെ സെറ്റായിട്ട്. അങ്ങനെ പിന്നെ അമ്മായും കുട്ടികളും വന്നാൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, ചാർജ് കുത്തി വെച്ചിരിക്കുന്നു കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു ഫംഗ്ഷന് തുടങ്ങും ആ ഒരു സമയത്തായിരിക്കും എൻ്റെ ഫോണിൽ ചത്ത് കിടക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്നിട്ട് പിന്നെ ഒരിത്തിരി ചാർജ് ആയപ്പോൾ വേഗം ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് എന്താക്കി ചോറ് എടുത്തിട്ട് തിന്നണമെന്ന് എടുത്തിട്ടില്ല കേട്ടോ. അതിന് ചോറൊക്കെ തിന്നിട്ടില്ലായിരുന്നു, അടിപൊളി ടേസ്റ്റ്, നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ചെറിയ ആൾ വന്നിട്ട് പറഞ്ഞു എന്നോട്, ഓളം മുത്തശ്ശി ഇങ്ങനത്തെ ചോറൊക്കെ വെച്ചിട്ട് നല്ല രസമാണ്, അതേപോലെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നല്ല ആസ്വദിച്ച് എല്ലാവരും കഴിച്ചിട്ടോ. പിന്നെ കുഞ്ഞാമാൻ്റെ വീട്ടിൽ പോയിട്ടു, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ അങ്ങനെ ഇതാണ് കേട്ടോ. പിന്നെ മൂത്ത ആളാണ് കേട്ടോ അമ്മായിൻ്റെ, ഇതാണ് കുഞ്ഞാമ്മ. പിന്നെ മറ്റേത് എൻ്റെ അമ്മയാണ് കേട്ടോ. പിന്നെ ഇവർക്ക് ഇവിടെ 2 കുട്ടികളാണ് കേട്ടത്. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാളും കൂടി ഇട്ടത് കുഞ്ഞാമാൻ്റെ കുട്ടിയാണ് കേട്ടോ. ഓള് പിന്നെ ഓളെ മാപ്പിള ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ ഓൾ അങ്ങോട്ട് പോയിട്ട് ഓളെ വീഡിയോയിൽ പെട്ടതുമില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും കുഞ്ഞാമാനോട് ഇങ്ങനെ ഇരുന്നിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ വൈകുന്നേരമായിട്ടോ പോയത്. അപ്പോൾ ഇങ്ങനെ വർത്താനം പറയാം കേട്ടോ. പിന്നെ നമ്മളെ മക്കൾ സുഖം കേട്ടോ. അപ്പോൾ ഇത് പിന്നെ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ. കാണുന്നവർക്ക് അറിയായിരിക്കും കേട്ടോ, അല്ലാത്തവർക്കല്ല. അങ്ങനെ പിന്നെ അത് കുറേ നേരം കഴിഞ്ഞ് അവിടെയൊക്കെ ഇരുന്ന് വർത്താനം കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ അത് പിറ്റേന്നത്തെ ദിവസം കേട്ടോ. പിറ്റേന്ന് ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഭയങ്കര കാറ്റും മഴ കേട്ടോ. അതുകൊണ്ട് കുറച്ച് ചൂടിന് കുറവുണ്ടായിരുന്നിട്ട് മറ്റേ ഭയങ്കര ഇടങ്ങേറിയിട്ട് ഞങ്ങൾ ഈ വയനാട്ടിൽ നിന്ന് നേരെ മലപ്പുറം ജില്ലയ്ക്ക് ചാടുമ്പോൾ നമുക്ക് ആ ഒരു ചൂടും ഇവിടുത്തെ ഒരു ക്ലൈമറ്റും തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവിടുന്ന് ഓടിപ്പോരാനാ തോന്നിയില്ല, അത്രക്കും ചൂടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും പിറ്റേന്ന് നല്ലൊരു മഴ കിട്ടി കേട്ടോ. പിന്നെ ഞങ്ങൾ പോരുന്ന ആ ഒരു ദിവസം വരെ ചെറുതായിട്ടൊക്കെ ഒരു മഴ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏതായാലും കുറച്ചൊരു ചൂടിനൊരാക്കം കിട്ടി കേട്ടോ. പിന്നെ അങ്ങനെ അമ്മായി കുട്ടികളൊക്കെ ഉണ്ടായപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം അവിടെ മൂത്താൾക്ക് ചെറിയ 2 കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അവരായിട്ടൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ മക്കളും പിന്നെ അവരെല്ലാം കൂടെ ആയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വരും എന്നുള്ളത്. അപ്പോൾ ശരിക്കും വീഡിയോയിലൊന്നും അവർ കാണിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ചൂടായത് കാരണം എല്ലാവരും പിന്നെ നെയ്റ്റും കാര്യങ്ങളൊക്കെ വാരി വലിച്ചിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ ആ വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമുക്ക് വിചാരിച്ച മാതിരിയൊന്നും വ്ളോഗ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉമ്മാൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ ഒരു തോടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പോയി കണ്ട് എല്ലാവരും ഇങ്ങനെ കളിക്കാൻ കേട്ടോ. മഴ ആയതുകൊണ്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ.
അമ്മായിൻ്റെ അവിടെയും തോടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന അവിടെയും തോടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് തോട് കണ്ടപ്പോൾ എല്ലാവരും അതിൽ മുങ്ങി ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളതേ വൈകുന്നേരം ആയപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. പിന്നെ പക്കവട ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കുടിച്ചു കേട്ടോ. അപ്പോൾ അല്ലൂസ് ഇവിടെ നല്ല കളിയാട്ടോ. അല്ലൂസിനപ്പുറത്തെ പിന്നെ ഞങ്ങൾ അയൽവാസി കുട്ടീനെ കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഓളപ്പം ഇങ്ങനെ പോയി കളിക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം എല്ലാവരും ഒന്നുകിൽ തലയിൽ തട്ടുണ്ടാവില്ല, പിന്നെ നൈറ്റിയൊക്കെ വാരി വലിച്ചിട്ടൊക്കെയാണ് ചൂട് കാരണം കേട്ടോ. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ആകെ 2 പിന്നെ ഓപ്പണിങ്ങുള്ളൊരു പിന്നെ റൂമാണ് കേട്ടോ. പിന്നെ കോട്ടേഴ്സ് ആയതുകൊണ്ട് അങ്ങനെ വലിയ സൗകര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും അവിടെ താമസിക്കുമ്പോൾ എന്തായാലും ആ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഇനി ഇൻഷാല്ല എന്താ അങ്ങനെ കൂടുകയെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെയും ഇവിടെയൊക്കെ പോകണമെന്നൊക്കെ കുറേ പ്ലാനിങ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. കാരണം പണിയും തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ പോകാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ, നമുക്ക് വ്ളോഗൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നല്ല താല്പര്യം കേട്ടോ. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അത് കഴിഞ്ഞത് നമ്മൾ പിന്നെ പിറ്റേന്ന് നമ്മൾ പോരുകയാണ് കേട്ടോ. അപ്പം ഞാനും അവരും ഒരുമിച്ചാട്ടോ പിന്നെ വരുന്നത്. അങ്ങനെ അവർ ഓരോ വീട്ടിലേക്കും പോവുകയാണ്, ഞാനങ്ങനെ പിന്നെ മേപ്പാടിയേക്കും പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അവരൊക്കെ മാറ്റിയിറങ്ങി. അപ്പോൾ 2 വണ്ടി വിളിക്കാൻ വേണ്ടിയിട്ട് മക്കൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വണ്ടി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങില്ല കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ 12:10 ബസ്സും അവർക്ക് പിന്നെ എപ്പോഴും ബസ്സുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പോണ പോക്കല്ലേ, അപ്പോൾ ഒരു വീഡിയോയിൽ കാണിക്കാനിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മുന്നത്തെ ഓട്ടോറിക്ഷയിലും കയറി, നേരെ ബേക്കിൽ അവർ വേറെ ഓട്ടോറിക്ഷയിലും കയറി കേട്ടോ. അപ്പം ഞങ്ങളൊരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ കൽപ്പറ്റ ബസ് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളതിൽ കയറി കേട്ടോ. അപ്പോൾ അങ്ങനെ അവരോട് ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങളതിൽ കയറി കേട്ടോ. പിന്നെ കയറി നോക്കുമ്പോൾ ഭയങ്കര തിക്കും തിരക്കാണ് കേട്ടോ. നിന്നുകാണ്ട് നാടിന് വരെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ഈ വിശേഷങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ.